എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വളപ്രയോഗം എങ്ങനെയെന്നുള്ളതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും കാബേജും കോളിഫ്ലവറും നട്ടു വളർത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇനം തൈകൾ നമുക്ക് കൃഷിഭവനുകൾ വഴിയും കിട്ടാറുണ്ട്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് കാബേജ് ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികളുടെ നടീൽ കാലം. ഞാനിവിടെ ഡിസംബർ ആദ്യം നട്ട കാബേജും കോളിഫ്ലവറും മറ്റുമാണ് ഇവയൊക്കെ. ഓരോ ബാഗിലും എടുത്തിട്ടുള്ള മണ്ണിൻ്റെ പകുതിയോളം പൊടിഞ്ഞ ജൈവവളവും ഒരു പിടി എല്ലുപൊടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കുമാണ് അടിവളമായി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ഇതൊക്കെ നട്ടിരിക്കുന്നത്. ബാഗിൻ്റെ മുക്കാൽ ഭാഗം വരെ മണ്ണ് നിറച്ചാൽ മതി. ചെടി വളരുന്നതിനനുസരിച്ച് വളവും മണ്ണും പിന്നീട് നമുക്ക് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതും ഇളക്കമുള്ളതുമായ മണ്ണാണ് കാബേജ് കൃഷിക്ക് അനുയോജ്യം. മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം. ഓരോ 15 ദിവസം കൂടുമ്പോഴും കളകൾ നീക്കം ചെയ്ത് വളം ഇടുന്നതോടൊപ്പം മണ്ണ് കയറ്റി കൊടുക്കുകയും വേണം. തണ്ട് ചാഞ്ഞു പോകാതിരിക്കുന്നതിനാണ് ഇങ്ങനെ മണ്ണ് കയറ്റി കൊടുക്കുന്നത്. പച്ചിലയോ കരിയിലയോ കൊണ്ട് പുതയിടുന്നതും നല്ലതാണ്. ചാണകപ്പൊടിയും കുറച്ച് ചാരവും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കമ്പോസ്റ്റോ കാലിവളമോ ആട്ടിൻ കാഷ്ടമോ ഏത് തന്നെയായാലും ഉണങ്ങി പൊടിഞ്ഞതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കൂടാതെ 15 ദിവസം ഇടവിട്ട് വളങ്ങൾ പോഷകലായനി രൂപത്തിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹെഡും കാർഡുമൊക്കെ രൂപപ്പെട്ടു വരുന്ന സമയമാണിപ്പോൾ. കോളിഫ്ലവറിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ് കാർഡ്. നേരിട്ട് സൂര്യപ്രകാശമേറ്റ് കാർഡിൻ്റെ നിറം നഷ്ടപ്പെടാതിരിക്കുന്നതിനും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിനും പകുതി മൂപ്പെത്തുമ്പോൾ ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടി നിർത്തുന്നത് നല്ലതാണ്. പുഴുവിൻ്റെ ആക്രമണം കണ്ടാൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കണം. ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇലയുടെ അടിഭാഗത്തും ചുവട്ടിലും നോക്കാൻ സാധിക്കും. അങ്ങനെ കീടബാധ ഉണ്ടായാൽ ആരംഭത്തിൽ തന്നെ കണ്ടെത്താനും മരുന്ന് കൂടാതെ തന്നെ അവയെ നിയന്ത്രിക്കാനും സാധിക്കും. കാബേജ് കോളിഫ്ലവർ കൂടാതെ ബീട്രൂട്ട്, ക്യാരറ്റ്, ബ്രൊക്കോളി, റാഡിഷ് മുതലായ എല്ലാ ശീതകാല പച്ചക്കറികളും ഇതുപോലെ തന്നെ നടാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.